സർ നമസ്കാരം സർ. സർ ഇപ്പോൾ പൊതുവെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാറ്റസ് ഇടുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ പോലും മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ എടുത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലൊക്കെ ആണെങ്കിലും മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നു. അപ്പൊ ഇത് കാണുന്നവരെ ഏത് സെൻസിലെടുക്കുമെന്നുള്ളത് എന്താ പറയുക, ഇപ്പം എല്ലാവരും ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ കുട്ടികളുടെയൊക്കെ ഞാൻ പണ്ടൊക്കെ, ഇപ്പൊ ഞാൻ പൊതുവെ സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ വളരെ കുറവാണ്. കുട്ടികളുടെ തീരെ ഇടാറില്ല. പണ്ട് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഇട്ട് പിറ്റേ ദിവസം കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിൽ അസുഖങ്ങൾ ബാധിക്കാറുണ്ട്. പിന്നെ ഒരാഴ്ച പിന്നെ അതിന്റെ പുറകെ ആയിരിക്കും നമ്മൾ. ഈ സ്റ്റാറ്റസ് ഇടുന്നത് കൊണ്ടിട്ട് ഈ ദൃഷ്ടി പതിയാന്നൊക്കെ പറയില്ലേ, കണ്ണേറ് കിട്ടുക എന്നൊക്കെ, ഇങ്ങനെയുള്ളത് ഇത് സത്യം തന്നെയാണോ സർ? അങ്ങനെയാണെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിൽ പ്രതിവിധികളുണ്ട്? ഇപ്പൊ പണ്ടത്തെ മുത്തശ്ശിമാർ പറയും ഒഴിഞ്ഞിടണം കുഞ്ഞുങ്ങളെ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ജനിച്ച ആ കുഞ്ഞ് നാള് തൊട്ടേ നമ്മൾ കുട്ടികളെ ഏതെങ്കിലും ഒരു ഡേ, ഇപ്പൊ സൺഡേയോ ഏതെങ്കിലും ഒരു ദിവസം കണക്ക് കൂട്ടി നമ്മൾ ഒഴിഞ്ഞിടാറുണ്ട്. ഒഴിഞ്ഞിടുന്നത് ഒരു ഫലവത്തായിട്ടുള്ള ഒരു പ്രതിവിധി തന്നെയാണോ? അത് നമുക്ക് വലിയ ആൾക്കാരിലാണെങ്കിലും ഇങ്ങനെ ഒഴിഞ്ഞിടാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും എങ്ങനെയായിരിക്കും നമ്മൾ ഇതിനുള്ളൊരു പ്രതിവിധി ഇടേണ്ടി വരിക? മഹാഗുരു ശരണം. കണ്ണേറ്, ദൃഷ്ടി. മനുഷ്യന് കണ്ണുണ്ട്, ദൃഷ്ടിയുണ്ട്. ഓരോരുത്തരും നോക്കുമ്പോൾ ഓരോരുത്തരും ആ കണ്ണ് വെച്ച് നോക്കുമ്പോൾ തന്നെ അതിൽ തന്നെ അനുകമ്പ, ദേഷ്യം, കോപം എല്ലാം കണ്ണുകളിൽ തെളിയും അല്ലേ? ഈ നവരസങ്ങൾ വരുന്നത് അതിൻ്റെ 70-80% പ്രതിഫലിക്കുന്ന കണ്ണിലാണ്. അത് കഴിഞ്ഞാണ് മുഖത്ത് വരുന്നത്. കണ്ണടച്ചിട്ടൊരിക്കലും ഒരു നവരസം കാണിക്കാൻ പറ്റുക അല്ലേ? നമ്മൾ അതിൽ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ജഗതി സാർ കാണിച്ചിരിക്കുന്ന ഏതൊരു സിനിമയിൽ, ശ്രീനിവാസൻ സാറിൻ്റെ സിനിമയിൽ 9 രസങ്ങളുണ്ട്. അതുകൂടാണ്ട് ഞാൻ പ്രത്യേകമായിട്ട് കണ്ടുപിടിച്ച 4 രസങ്ങളെന്ന് പറഞ്ഞ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അപ്പം നവരസങ്ങളെക്കുറിച്ച് ഇത് ചെയ്യുമ്പോൾ ആ സിനിമ കണ്ടവർ ആ ജഗതി സാറിൻ്റെ മുഖമേ ഓർക്കുള്ളൂ. അപ്പോൾ ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നുണ്ട്, അത് നേരിട്ടും ഫോട്ടോകളിലൂടെയും വരും. ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ആ ആളുടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എനർജീസ് ഉണ്ട്. ഫോട്ടോസിന് എനർജി ഉണ്ട്, നേരിട്ട് എനർജി ഉണ്ട്, എല്ലാത്തിനും ഓറയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അതും മേലെ റിഫ്ലക്ഷൻ ഉണ്ടാവും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ചില ഇതിൽ പങ്കെടുക്കുക 2 രീതിയിലാണ്. ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോൾ ഒന്ന് കുശുമ്പുണ്ടാവും, കുശുമ്പ് കുന്നായ്മ ഉണ്ടാവും. പിന്നെ വാശി ഉണ്ടാകും. ഓ ഇവനെങ്ങനെ ചെയ്തല്ലേ, അതല്ലെങ്കിൽ എനിക്കറിയാം. രക്ഷകർത്താക്കൾ സ്റ്റാറ്റസ് ഇടുന്നു, ഓക്കെ, അവരുടെ കുട്ടി ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിൽ ഈ ഒരു ഇത് വെച്ചിട്ട് ആ കുട്ടി എന്താണ് പ്രൊവോക്കാവും. പ്രൊവോക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥയിലൂടെ പോയതുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്റ്റാറ്റസ് ഒന്ന് കുറയ്ക്കുമെന്ന്. കാര്യം ഞാനിങ്ങനെ കഷ്ടപ്പാട് പഠിച്ച് ജോലിയില്ല അങ്ങനെയായിട്ട് ഞാനിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അവരുടെ ഒഫീഷ്യൽ ഇതൊക്കെ ആയിരിക്കും അവർ കാണിക്കുന്നത്. ആ ഓഫീസിൽ ഇപ്പോൾ പ്രൈവറ്റ് ഇതിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസിൽ കാണിക്കണം എന്ന് പറയും അല്ലേ? ആ സ്റ്റാറ്റസിൽ കാണിക്കുക പറഞ്ഞാൽ പബ്ലിക് ഇത് അറിയാനായിട്ടാണ്. പക്ഷെ അപ്പോൾ ഈ കുട്ടി വിചാരിക്കുന്നത് എന്നെ അവഗണിച്ചിട്ട് ഇവർക്ക് ഇവരുടെ ജോലിക്കാര്യം മാത്രമാണെന്നുള്ള ചിന്തയിലേക്ക് വന്നിട്ട് കുട്ടി കൂടുതൽ ഇതിലേക്ക് പോയിട്ട് പ്രശ്നങ്ങളുണ്ടായ കേസുകൾ എനിക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, 2 കണ്ണേറ് വരുന്നുണ്ട്. ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കുരുമുളക്, കടുക്, ഉപ്പ്. കുരുമുളക്, കടുക്, ഉപ്പ്, പിന്നെ വേറൊരു സാധനം കൂടി കർപ്പൂരം ഉണ്ടല്ലോ. ഇത്രയും സാധനം ഒഴിഞ്ഞിട്ട് ഈ കർപ്പൂരം കത്തിക്കാൻ പറ്റുമെങ്കിൽ കത്തിക്കും, ഓക്കെ. ഇനി അതല്ല, ഇപ്പോൾ വിദേശത്തുള്ളവർ പറയുന്നത് ഒരു ഫ്ലാറ്റിലൊക്കെയാണ് കത്തിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ പറയണത് ഇത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് പൊടിക്കുക, ഇത് നന്നായിട്ട് കർപ്പൂരം പൊടിച്ചിട്ട് നല്ല സ്ഥലത്തു കൂടി ഒഴുക്കി വിടുക. വേസ്റ്റ് പോകുന്ന അതിൽ കൂടി ഒഴുക്കി വിടരുത് എന്ന് പറഞ്ഞാൽ ഒഴുക്കുന്ന നമ്മൾ ഇടുന്ന സ്ഥലമെങ്കിലും നല്ല സ്ഥലത്തായിരിക്കും. ഒഴുകി പോണത് എവിടെയാണെന്ന് നമുക്ക് തപ്പിപ്പോകാൻ പറ്റുക ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അവസാനം ഒഴിയുന്ന ആളല്പം സ്ട്രോങ് ആയിരിക്കണം. ഗർഭിണികൾ ഒഴിയരുത്, കുട്ടികളെ കൊണ്ട് ഒഴിയിക്കരുത്, നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരെ കൊണ്ടൊന്നും ഒഴിയിക്കരുത്. കാര്യം ഒഴിയുക എന്ന് പറയുമ്പോൾ ഈ ആരെയാണോ ഒഴിയുന്നത് അവരുടെ ഓറയിലെ ആ ടോക്സിക് ഒഴിയുന്ന ആൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ ആ ഒഴിയുന്ന ആൾ സ്ട്രോങ് ആയിരിക്കണം, പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ. പ്രത്യേകിച്ച് നോക്കേണ്ട ആരോഗ്യപരമായിട്ട് അവശതയിലുള്ളവർ, ഗർഭിണികൾ, അങ്ങനെയുള്ളവരൊന്നും ഇത് ഒഴിയരുത്. അത് ശ്രദ്ധിക്കുക. കുരുമുളക് സാറ് പറഞ്ഞല്ലോ, നമ്മുടെ വീടുകളിൽ പണ്ട് കാലങ്ങളിൽ വറ്റൽമുളകില്ലേ, ഉണക്കമുളക്, അത് നമുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാമല്ലോ സർ? അത് യൂസ് ചെയ്യാം, പക്ഷെ അത് ആ സമയത്ത് അത് കത്തിക്കണം. അത് കത്തിച്ചാലുള്ള ശാസ്ത്രം അറിയാവോ?
പുക വരുന്നതനുസരിച്ചിട്ട് പുക വരുന്നതല്ല, മണം കണ്ണ് വീണതാണ് ഇത് ചെയ്യണമെങ്കിൽ അതിൽ മണം കാണുകയില്ല. കാണില്ല. സാധാരണ വറ്റൽമുളക് കത്തിച്ചാൽ നമ്മൾ ചുമയ്ക്കും, അതിൻ്റെ പുകയിൽ ആ സ്മെല്ലുണ്ടാകും. പക്ഷേ കണ്ണ് വീണ കേസാണെങ്കിൽ ഇതിനകത്ത് വറ്റൽമുളകിന് സ്മെല്ല് കാണുകയില്ല. അപ്പോൾ ആ സ്മെല്ല് വരുന്ന വഴിയേ ഒഴിയും. അപ്പോൾ വറ്റൽമുളക് ഒഴിഞ്ഞ് കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുരുമുളക് പറയുന്നത്. അപ്പോൾ അതിലെ കർപ്പൂരം കത്തിച്ചാൽ മതി. കർപ്പൂരം മാത്രം കത്തിച്ചാൽ മതി. അപ്പൊ ഈ ഒഴിഞ്ഞ ബാക്കിയുള്ള ഈ ഉപ്പും അതെവിടെയെങ്കിലും പറമ്പിൽ എവിടെയെങ്കിലും ശുദ്ധമായ സ്ഥലത്ത് ഇടുക. ഉപ്പ് ക്രിസ്റ്റൽ ഉപ്പായിരിക്കണം. കാര്യം കടുക്, കുരുമുളക്, ഉപ്പ് ഈ സാധനങ്ങൾക്ക് ഒരു ഓറ ക്ലീൻ ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ട് കുളിച്ചാലും കുറേയൊക്കെ ഓറ ക്ലീൻ ആവും, കണ്ണ് മാറുകയില്ല. കാര്യം കണ്ണിൻ്റെ ഇത് വരുന്ന ആദ്യം മുഖത്താണ്. മുഖത്ത് നമുക്കൊരു പരിധി കഴിഞ്ഞ് മുഖത്തും തലയിലും ഉപ്പിൻ്റെ ഇത് ഇടാൻ പറ്റുകയില്ല, ഉപ്പുവെള്ളം ഇടാൻ പറ്റുകയില്ല. അപ്പോൾ ഇത് ഒഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ചിലർ ചോദിക്കും ഒഴിയണം എങ്ങനെ വേണമെന്ന്. അത് ഓരോരുത്തരും അവരുടെ വിശ്വാസം അനുസരിച്ച് ഒഴിയുക. ഞാൻ ഒഴിയുന്ന രീതി വേറെയാണ്. 8 അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും പിന്നെ നേരെയൊക്കെയാണ് ഞാൻ ഒഴിയുന്നത്. അത് എൻ്റെ ഗുരു പറഞ്ഞു തന്ന എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതെല്ലാവരും ഫോളോ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഓരോരുത്തരും ഒഴിയുന്ന അനുസരിച്ച് ഇത് ചെയ്യുക. അതാണ് നോക്കേണ്ടത്. ചിലര് ക്ലോക്ക് വൈസ് നമ്മളെ മൊത്തം, അതായത് തല മുതൽ കാല് വരെ നമ്മളെ ക്ലോക്ക് വൈസ് ഒഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇത് ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് തേങ്ങ ഒഴിഞ്ഞിട്ട് അടിച്ചാലും ഇതിന്റെ എഫക്റ്റ് ഉണ്ട്. ദൃഷ്ടി നല്ല മാറ്റം ഉണ്ടാകും. അത് കഴിയാവുന്നത് ഒഴിഞ്ഞെടുത്തിട്ട് അപ്പം തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. ഇനി ക്ഷേത്രത്തിൽ പോവാണെങ്കിൽ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഒഴിഞ്ഞിട്ടില്ലേ, ഒഴിഞ്ഞിട്ട് എന്തായിരുന്നു ഇതെന്തായിരുന്നു ഫീലിംഗ് എന്തായിരുന്നു? തല ചുറ്റുന്നത് പോലെ ഒരു ഫീൽ വരും. നമ്മള് കണ്ണടച്ച് നിന്ന് ഒഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മൊത്തം അപ്പൊ നമ്മള് ആടും. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ സാറ് ഒഴിയണ സമയത്ത് ഞാൻ പതുക്കെ ഇങ്ങടെ മൂവായി ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. ഓറയിൽ റിഫ്ലക്ഷൻ വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ വരും. ആ ഫിസിക്കൽ ബോഡിയിൽ വരുന്നതാണ് ആ തലകറക്കവും ഇതുമൊക്കെ ഫീൽ ആകുന്നത്. അത് ചെറിയ കുട്ടി, വേറൊരു കുട്ടീനെ, അത് ഗുരുവായൂർ വെച്ചാണ്, വേറൊരു കുട്ടീനെ കണ്ണ് തുറന്നെങ്കിലും അവൻ 4ലോ 5ലോ പഠിക്കുന്ന കുട്ടിയാണ്. അത് അവിടെ കാര്യാലയ ഗണപതിയുടെ അവിടെ വെച്ചാണ് ഒഴിഞ്ഞത്. അപ്പം ഞാൻ കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞു. എങ്കിലും പുറകിൽ അവരോട് നിൽക്കാൻ പറഞ്ഞ് കൂടുതൽ ബലം കൊടുക്കാണ്ടാണ് ഒഴിഞ്ഞെങ്കിലും അവന് തല ഇത് വന്നു വേച്ചു പോയി അവൻ. അത് എഫക്റ്റ് വരും നമ്മുടെ ഓറയിൽ. അതുമല്ല നമുക്ക് ആ ഒഴിയുമ്പോൾ കംപ്ലീറ്റ് കാർമിക്ക് ഒഴിയാൻ പറ്റിയെങ്കിൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഓറയിൽ വരും. അത് അവരുടെ ഫിസിക്കൽ ബോഡിയിൽ റിഫ്ലക്റ്റ് ആവും. പിന്നെ അതിലെന്തെങ്കിലും വേറെ സംശയം ഉണ്ടോ? ഒഴിയുന്നത് ഇതാണ്. വറ്റൽമുളക് എടുത്താൽ കത്തിക്കണം. അത് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന ദിവസം കത്തിക്കുക. പിന്നെ ഇതെപ്പോഴും ഒഴിയുന്നത് വീട്ടിലെത്തിയിട്ട് വേണം. ഈ ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പുറത്തു പോകാണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ഒഴിയുന്നത്. സന്ധ്യ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പുറത്തു പോകരുത്. ഒഴിഞ്ഞെല്ലാം ഫ്രഷായി എന്നാൽ പുറത്ത് പോയിട്ട് തട്ടുദോശ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകരുത്. ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ വെളുത്ത ഡ്രസ്സ് കൊടുത്തിട്ട് ചെറിയ കാറ്റും പടലുള്ളിടത്ത് പോയാൽ എന്ത് പറ്റും? എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പാട് വരില്ലേ. അതുപോലെ ഈ ഒഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓറ ക്ലീൻ ആകുകയാണ്. എന്നിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ദിവസം ബുദ്ധിമുട്ട്. പക്ഷെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് എഫക്റ്റ് നല്ലതാണെങ്കിൽ സുഖമായിട്ട് ഉറക്കം വരും. വീഡിയോ കോളിൽ ഇന്നലെ ഒരാളെ ബ്ലസ് ചെയ്തു. അപ്പോൾ അനു ആണ് പറഞ്ഞത്. ആ ബ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ഒന്നും ഇതില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർ വേർത്തു. അത് കാര്യം എന്താ വെച്ചാൽ എത്ര 100-150 കിലോമീറ്റർ ദൂരമുള്ള ആളാണ്. എനിക്ക് തോന്നുന്നത് കണ്ണൂരാണ്, കോഴിക്കോട് ജില്ലയിലത്തെ ഉള്ള ആളാണ്. വീഡിയോ കോളിലാണ് ബ്ലസ് ചെയ്തത്. ആ ബ്ലസ് ചെയ്തത് അപ്പോഴേ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ സങ്കല്പം കൊടുക്കുമ്പോൾ ഓറയിലാണ് ഇത് റിഫ്ലക്റ്റ് ആകുന്നത്. അപ്പോൾ അവർക്കറിയില്ല, പക്ഷേ കൊടുക്കുന്ന ആൾക്കറിയാൻ പറ്റും ഇവർക്ക് എന്തോ എനർജി ഇതുണ്ടെന്ന് അറിയാൻ പറ്റും. അത് കഴിഞ്ഞപ്പോൾ അവർ ഒരു അരമണിക്കൂറോളം വിയർത്തു. അത് കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. എന്തോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തോ ശരീരവേദനയൊക്കെ ഉണ്ടാകാറുണ്ട്, അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് എന്ന് വെച്ചാൽ ഈ ഓറയിലാണ് ഇതിൻ്റെ റിഫ്ലക്ഷൻ വരുന്നത്. അതിങ്ങനെ നന്നായിട്ട് ഹീൽ ചെയ്യുന്നവർ ബ്ലസ് ചെയ്യും. എനിക്ക് ഹീലിംഗ് അറിയില്ല, നമ്മൾ ബ്ലെസ്സിങ് ആണ്. അങ്ങനെ ചെയ്യുന്നവർ, ഈ ഒഴിയുന്നവരിലൊക്കെ ഈ റിസൾട്ട് കിട്ടും. ചില വീടുകളിലൊക്കെ, കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കമ്പൽസറി ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ എന്റെയൊക്കെ വീട്ടിൽ എന്റെ മക്കൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ വീട്ടിലുള്ള മുത്തശ്ശിമാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി ആവുമ്പോൾ അവരിങ്ങനെ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒഴിഞ്ഞിടും, എല്ലാ ഞായറാഴ്ചകളിലും ചെയ്തിടും. അപ്പൊ അതേപോലെ ഏതെങ്കിലും ഒരു ഡേക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ? അങ്ങനെയൊന്നുമില്ല, അത് പീരിയോഡിക്കൽ ഒരു ദിവസം എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച ദിവസം, ഇപ്പോൾ തിങ്കളാഴ്ച ജനിച്ചെങ്കിൽ അടുത്ത തിങ്കളാഴ്ച അങ്ങനെ വെക്കുക. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഞാൻ തന്നെ ചില വീടുകളിൽ പോയി കുട്ടികളെ കണ്ട ആ കുട്ടികളോട് നമുക്കെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞു കുട്ടികൾ, അവരോട് നമുക്കൊരു ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കണ്ണ് വീഴുന്നെന്നുള്ള
അവരോടൊരു ഇത് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും അവരെ കർപ്പൂരം ഉഴിഞ്ഞേക്കണം കേട്ടോ, എന്നിട്ട് കത്തിക്കണമെന്ന് പറയും. കാര്യം നമ്മൾ ഇത് ചെയ്യുമ്പോൾ കാര്യം നമ്മുടെ ആ ഒരു ഇത് നമ്മളിപ്പോൾ ചില കുട്ടികളെ എടുക്കുന്നു എന്ന് വെച്ചാൽ, തീരെ ചെറിയ കുട്ടികളെ എടുക്കുമ്പോൾ അവർ ബാക്കിയുള്ളവർ പറയും നോക്കിയെടുക്കണം, നടു ഇതാകണം, കണ്ണ് ഇതാകണമെന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദൃഷ്ടിയിലും ഒരു എനർജി ഉണ്ട്. അപ്പം നമ്മൾ നോക്കുന്ന സ്നേഹത്തോടെയാണെങ്കിലും ഇത് ഈ കുട്ടിയുടെ ഓറയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നറിയില്ല, മനസ്സിലായി? അതുകൊണ്ടാണ് അത് ഇപ്പോൾ കണ്ണേറ് വരുന്നതെല്ലാം ദേഷ്യമോ അല്ലെങ്കിൽ കുശുമ്പോ അസൂയുള്ളവരല്ല, ഭയങ്കര തീവ്രമായിട്ട് സ്നേഹമുള്ളവരിൽ നിന്നും കണ്ടുവരും, അതിൽ നിന്നും കണ്ടുവരും, ഭയങ്കര സ്നേഹമായിട്ട് കണ്ടുവരും. പക്ഷേ ആ സ്നേഹം ഇവർക്ക് താങ്ങാൻ പറ്റില്ല, ആ ഓറയിൽ താങ്ങാൻ പറ്റില്ല. അപ്പോഴാണ് ഇത് ഒഴിച്ചിട്ട് ചില കേസുകളിൽ ഞാൻ തന്നെ പറയുന്നുണ്ട്, പുറത്തുനിന്ന് വന്ന് നോക്കിയിട്ട് പോയതല്ലേ, അപ്പോൾ പറയും ചേട്ടൻ നോക്കിയതല്ലേ, ഞാൻ പറഞ്ഞു എന്നാലും ഒഴിഞ്ഞേക്കാൻ പറയും. നമുക്കറിയാമല്ലോ അതിൻ്റെ കാര്യം, കുട്ടിക്ക് ഉറക്കം വരികല, അസ്വസ്ഥത വരും, അതിൻ്റെ ഇത് കുട്ടിക്ക് വരും. അത് ഇതൊന്നും ഉണ്ടായിട്ടല്ല, കുട്ടിക്ക് കംഫർട്ടബിൾ ആകുകയില്ല, ഒരു എനർജി വേറെ ഇത് വരുമ്പോൾ കംഫർട്ടബിൾ ആകില്ല. ഇത് ചെയ്യുമ്പോൾ കുട്ടി സുഖമായിട്ട് ഉറങ്ങും. ഓക്കെ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടീനെ ഫീഡ് ചെയ്യുന്ന അമ്മ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് ബാക്കിയുള്ളവർ കാണാണ്ടിരിക്കുക, അങ്ങനെ കൊടുക്കുന്ന ഒരു ഇത് കണ്ട, പ്രത്യേകിച്ച് വേറെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ വന്നാലും കുട്ടികൾക്ക് ഇത് വരും. ഇപ്പൊ 4-5 വയസ്സുള്ള കുട്ടിയാണെന്ന്, ഒരു 5 വയസ്സുള്ള കുട്ടി ചെറിയ കുട്ടിക്ക് ഇത് കൊടുക്കുന്നു എന്ന് വെക്കും, പാല് കൊടുക്കുന്നു. ഈ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കായി അത് സ്വന്തം അമ്മയാണെങ്കിലും അല്ലെങ്കിലും ഒരു ഇത് വരും. ഇപ്പൊ ഡെയിലി കാണുന്ന കുട്ടിയാണെങ്കിൽ ഓക്കെ, അതിൻ്റെ സഹോദരിയെ കാണുന്നതാണെങ്കിൽ കുഴപ്പം. പക്ഷെ വേറൊരു കുട്ടി കാണുമ്പോൾ ഇതും അമ്മിഞ്ഞപ്പാല് കുടിച്ചത് അതിൻ്റെ മാതിരി ഇതിൽ വരും. അത് ഉടനെ തന്നെ അവിടെ റിഫ്ലക്റ്റ് ആവും. പിന്നെ ആ കുട്ടിക്ക് പാല് കുടിക്കാണ്ടിരിക്കാനുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും, മനസ്സിലായി? ഈ കുട്ടി കൊതിച്ചിട്ടൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക് റിഫ്ലക്റ്റ്. അപ്പോൾ ഈ അമ്മേനെയും കുട്ടീനെയും ഇരുത്തിയിട്ട് ഒഴിയണം, എങ്കിൽ മാത്രമേ കുട്ടി രണ്ടാമത് കുടിക്കുകയുള്ളൂ. കുട്ടീനെ ഇരുത്തിയിട്ട് ഒരുമിച്ചിരുത്, ഇല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് കുട്ടി പാല് കുടിക്കാൻ വിമുഖത കാണിക്കും. കാണിക്കണം അതിൻ്റെ കാര്യം. ഇങ്ങനെ കണ്ണ് വീഴാം, പിന്നെ ഇത് വേറെ എനർജീസ് വരാം. പിന്നെ വേറൊന്ന് പറയാം ഇതിനകത്ത്, ഇപ്പോൾ പണ്ട് ചില കാര്യങ്ങൾക്ക് ഈ മുലപ്പാല് കണ്ണിലൊഴിക്കാൻ നല്ലത് മുലപ്പാലാണ്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മുലപ്പാൽ ഇവർ കൊടുക്കുകയില്ല, ചിലർ കൊടുക്കുകയില്ല, ഇല്ല എന്ന് പറയും, കള്ളത്തരം പറയും. കാര്യം മുലപ്പാൽ കൊടുത്താൽ എന്തെങ്കിലും പറ്റുമെന്ന്, ഒന്നും പറ്റുന്നില്ല, നന്മയാണ്. അത് പറയുമ്പോൾ ഇവരില്ല എന്ന് പറയുമ്പോൾ ഇത് ഇവരിൽ റിഫ്ലക്റ്റ് ആവും, കുറയാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ഉണ്ട്. ആരെങ്കിലും ഒരു ഔഷധ ആവശ്യത്തിന് കുറച്ച് അതും സ്പൂണിലാണ് ചോദിക്കണം, രണ്ട് തുള്ളി മുലപ്പാൽ താന്ന് പറഞ്ഞാൽ നമുക്ക് മുലപ്പാലുണ്ടെങ്കിൽ കൊടുക്കണം. കാര്യം കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നൊരു സാധനമല്ല ഇത്. അത് ഏതോ ഒരാൾ എത്രയോ കുട്ടികൾക്ക് കോവിഡിൻ്റെ സമയത്തോ എവിടെയോ ഹോസ്പിറ്റലിൽ എത്രയോ ദുരന്തത്തിൽ ഒരമ്മ എത്രയോ കുട്ടികൾക്ക് പാല് കൊടുത്ത്, അതൊക്കെ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. കാര്യം അവർക്ക് അതേ കുടിക്കാൻ പറ്റും. ഈ കണ്ണിൽ എത്രയോ പേര് പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ണിൽ മുലപ്പാൽ ഒഴിച്ച് കാണും വേറെ രീതിയിൽ നിന്ന്. അതൊക്കെ ചോദിച്ചാൽ ഇല്ലയെന്ന് പറയാം, ഉണ്ടെങ്കിൽ കൊടുക്കുക. കാര്യം കൊടുക്കുന്ന 2-3 തുള്ളി. ഇതൊക്കെ ഇല്ലയെന്ന് പറയുന്നത് നമ്മൾ തന്നെ ബ്ലോക്ക് വാങ്ങിച്ച് വെക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.